ആസ് എൻ ആക്ടർ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദിലീപേട്ടനെയാണ്. ജോർജ് നടൻ ഓക്കെയാണ്, പക്ഷെ ആൾക്കാർക്കിടയിലേക്ക് പെരുമാറുന്നത് എല്ലാവർക്കും ഒരേപോലെ അല്ല. കാരണം ഞാനും ആറട്ടണനും വൈറലായി കഴിഞ്ഞ ശേഷം പുള്ളി പലപ്പോഴും കാണുമ്പോൾ മൈൻഡ് ആക്കുന്നില്ല. നായിക നമ്മള് ജമിനാപ്യാരിയില് നല്ലൊരു വേഷം ചാക്കോച്ചെന്നൊരു ആക്ടറായിട്ട് രംഗത്ത് തോന്നുന്നു സിനിമയിലേക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഗായത്രി സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ മലയാള സിനിമ കൊണ്ടുവന്നിരുന്നില്ല, സ്ഥിരപ്പെടുത്തിയില്ല. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അതിലെ പെർഫോമൻസ് കൊണ്ട് എനിക്ക് തന്നെ ഒരു ക്രഷ് തോന്നിയിരുന്നു. നീ ഇപ്പൊ ആൾക്കാർ സെൽഫി എടുക്കുന്നില്ല. ഇപ്പൊ 10 പടത്തെ അഭിനയിച്ച് ഡയലോഗ്സ് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് സെൽഫി എടുക്കാൻ പറ്റുന്ന ആൾക്കാർ. ഞാൻ ഓടിക്കാത്ത വണ്ടികളില്ല എറണാകുളത്ത്. ബസ്സായാലും കാറായാലും കാർ ഡ്രൈവറായിട്ട് പോകും, ബസ് ഓടിക്കാൻ പോകും. അത് പറയണ്ട. ഫസ്റ്റ് പടം നിറം എന്ന് പറഞ്ഞ സിനിമയില് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. നിറം അതില് ഒരു ചിക് 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 ചിറകൽ എന്ന് പറഞ്ഞ സിനിമയില് കൈയടിക്കാനായിട്ടാണ്. അന്ന് 50 രൂപ കൂലിയാണ്. നടനൊരു ഇമേജ് ഫോം ചെയ്തു. സീരിയൽ ആക്ടർ അല്ലേ വിളിക്കുമ്പോ ഒരു സന്തോഷം. ഹലോ, നമസ്കാരം. ഞാൻ ദേവപ്രശാന്ത്. നമുക്ക് നമ്മുടെ ചാനലിൽ പല സെലിബ്രിറ്റീസുകളെയും കൊണ്ടുവന്ന് നമ്മൾ പുതിയ പുതിയ ഡിസ്കഷൻസും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ടും മറ്റെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ അലൻ ജോസ് പെരേരയും അതോടെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ശ്രീ വിഷ്ണു കൊച്ചിക്കാരൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയ താരങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം അലൻ ജോസ് പെരേരയുടെ ഒരു എക്സ്ക്ലൂസീവ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ആറാട്ടണിൻ്റെയും അലൻ ജോസ് പെരേരയുടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് താരമായിരിക്കുകയും വൈറലായിരിക്കുകയും ചെയ്യുന്ന ഒരു 19ഓളം സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല, ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള, ഈവൻ നമ്മുടെ ആസിഫ് അലിയുടെ ഒരു പടത്തിലും രേഖാചിത്രത്തിലും ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ ചോദിക്കും. ശ്രീ വിഷ്ണു കൊച്ചിക്കാരൻ, നമസ്കാരം. താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പോൾ താങ്കളുടെ സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ. ഞാനിപ്പോൾ അഭിനയിച്ച പടം, അതായത് ഡയലോഗുള്ള വേഷം ചെയ്ത ഒരു പടമാണ് തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞൊരു പടം. ഓക്കെ. അതിനു മുമ്പ് സീരിയലുകളിലൊക്കെ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത് മീനൂസ് കിച്ചൺ എന്ന് പറഞ്ഞ ഷിജു അരൂർ എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ട്. പുള്ളി അതിനകത്ത് എനിക്ക് നല്ലൊരു അവസരം, ഒരു 4 നല്ലൊരു ഡയലോഗുള്ള വേഷം തന്നെ സീരിയലിൽ ചെയ്തിട്ടുണ്ട്. സീരിയൽ ഇതിനു മുമ്പ് അല്ലി ഞാനും കൂടിയാ ചെയ്തത്. ആദ്യം എന്നെ വിളിച്ചത്, ഞാനാണ് പുള്ളിനെ റെക്കമെൻഡേഷൻ ചെയ്തത്. കാര്യം നമ്മളെ കൊണ്ടുവന്ന പുള്ളിയാണത് സോഷ്യൽ മീഡിയയിൽ, അല്ല സിനിമയിലല്ല, സോഷ്യൽ മീഡിയയിൽ പുള്ളിയാണല്ലോ. ഒരു 10 പേരെ മുമ്പിൽ നമ്മളെ ഇന്ന ആള് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയിച്ചത് പുള്ളിയാണ്. അപ്പൊ അല്ലെ അതെ. അപ്പൊ ഞാനത് ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യില്ല. കാര്യം സീരിയലിൽ നിന്നുള്ള ഒരു വലിയ വർക്കിലേക്കൊന്നും ഇവരെ അങ്ങനെ നല്ലൊരു വേഷമായിട്ട് ആരും വിളിച്ചിട്ടില്ല. ചെറിയ ചെറിയ റോളിന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്, അത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അത് അന്ന് മുതൽ സുഹൃത്തുക്കളാണ്. സോഷ്യൽ അത് ഇറങ്ങാൻ പോണു മീൻസ് കിച്ചൺ എന്ന സീരിയല്. ഷിജു അരൂർ സാറിന് ഒരുപാട് നന്ദി അതിന്. കാര്യം അതെ, അതിൽ ഞങ്ങളെ പോലത്തെ ആൾക്കാരെ വിളിച്ച് ഒരു ഡയലോഗുള്ള ഒരു വേഷമാണ് തന്നിരിക്കുന്നത് സാർ. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കമന്റ്സുകൾ മാറി, നെഗറ്റീവ് മാറി, നല്ല നല്ല പോസിറ്റീവ്. നടനൊരു ഇമേജ് ഫോം ചെയ്തു. സീരിയൽ ആക്ടർ അല്ലേ വിളിക്കുമ്പോ ഒരു സന്തോഷം. അതെ അതെ. പക്ഷേ നമ്മുടെ ലക്ഷ്യം സിനിമയായിരുന്നു. ചിലപ്പോ വഴിതെറ്റി സീരിയലിലേക്ക് പോകാറുണ്ട്. പക്ഷെ അതിലും സ്ഥിരമല്ല. ഒരു 3 എപ്പിസോഡ് 4 എപ്പിസോഡായിട്ടാണ് തന്നത്. പക്ഷെ അത് തരാൻ കാണിച്ച ഷിജു സാറിനാണ് ഒരുപാട് നന്ദി. പുള്ളിയോട് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായോ ഷൂട്ട് കഴിഞ്ഞിട്ട്? ഷൂട്ട് ഇപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസം മുന്നേ ഒരു എപ്പിസോഡ് എടുത്തിരുന്നു. 3-4 എപ്പിസോഡ് എടുത്തിട്ട് റിലീസ് ആയിരുന്നു. ഓൺലൈൻ കൂടി കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോ കുറച്ച് കല്യാണ ബ്രോക്കർ ആയതുകൊണ്ട് കുറച്ച് സീൻസിന് വരാനുണ്ട്. ഞാൻ ഇതിന് ഒരുമിച്ചുള്ള കോമ്പിനേഷൻസ് ത്രൂ ഔട്ട് മീനൂസ് കിച്ചണിന്റെ ഒരുപാട് താരങ്ങൾക്കൊപ്പം കോമ്പിനേഷൻ സീക്വൻസ് ഉണ്ട്. അത് തന്നെ ഭാഗ്യമായിരുന്നു. ഇപ്പൊ ഒരു കല്യാണത്തിന്റെ സീക്വൻസിൽ വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ ആ ഷൂട്ട് കഴിഞ്ഞ് ഈ മാസം ലാസ്റ്റോടെ സാർ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അതിനകത്ത്. ഞങ്ങൾക്ക് ഇപ്പൊ വന്നേക്കണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സാധനവും അത് സാർ ഒരുമിച്ച് സെറ്റ് ചെയ്ത് തന്നാണ്.
അതിലൊരുപാട് നമ്മ വീണ്ടും നന്ദി പറയാണ് ഷിജു അരൂരിനോട്, മഴവിൽ മനോരമയോട്. സ്ത്രീകളുടെ ഇടയിലേക്ക് പെട്ടെന്ന് അല്ലെ, അമ്മമാരുടെയും സഹോദരിമാരുടെയും ഇടയിൽ ഒരു റെക്കഗ്നേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യും. ട്രോൾ വന്നത് മറ്റേ കുടുംബ പ്രേക്ഷകരുടെ അടിപൊളി, നല്ല കാര്യം. അതെ അതെ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോ അഭിനയം പഠിച്ചിട്ടുണ്ടല്ലേ? അതെ, ഞാൻ ആക്ടിങ് പഠിച്ച് ഞാൻ ഫസ്റ്റ് പടം നിറം എന്ന് പറഞ്ഞ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. നിറം അതില് ഒരു ചിക് ചിറകൾ എന്ന് പറഞ്ഞ സിനിമയില് കൈയടിക്കാനായിട്ടാണ്. അന്ന് 50 രൂപ കൂലിയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കയറിയത് ബ്ലാക്ക് ഡാലിയ എന്ന് പറഞ്ഞിട്ട് ബാബു, അത് പറയണ്ടേ നമ്മൾ ഫസ്റ്റ് എമൗണ്ട് കുഴപ്പമില്ല, കാരണം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ കയറി. നമുക്ക് ഫസ്റ്റ് എമൗണ്ട് അതെ, ഇപ്പൊ ഏത് സിനിമാക്കാരനും ഫസ്റ്റ് എമൗണ്ടേ പറയുള്ളൂ, ലാസ്റ്റ് എമൗണ്ട് പറയാറില്ല. അപ്പൊ ഫസ്റ്റ് എമൗണ്ട് 50 രൂപയാണ്. അതില് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്താണ് ബ്ലാക്ക് ഡാലിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാബുരാജിന്റെ മറ്റേ ബാബുരാജ് പുള്ളിക്കാരന്റെ വൈഫ് വാണിച്ചേച്ചി ആ ഒരു പോലീസ് കഥാപാത്രം ചെയ്തതിൽ അതിൽ പാർട്ടിക്കാരനായിട്ട് അതിനും ചെറുതാണ്, ചെറിയ പന്തം പിടിച്ചൊക്കെ നിൽക്കുന്ന സീൻസ് ആണ്. അങ്ങനെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് കാര്യമില്ല, ഇത് നമ്മൾ പഠിക്കണമെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ വീട്ടിലെ അമ്മേനോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പൊ അതും കൂടി ചെയ്തില്ലെന്ന് വേണ്ടെന്ന് വെച്ച് സ്കൂളിലാണ് പഠിക്കാൻ പോണില്ല, ആക്ടിംഗ് ലാബിലെങ്കിലും പോകുന്നു പറഞ്ഞ് അവിടെ പോയി പഠിച്ച്. സ്കൂളിൽ ഒരുപാട് പോയിട്ടില്ല, 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളു. അപ്പൊ അതെ അതെ, കുഴപ്പമില്ല, മനുഷ്യന് അറിയാനുള്ള അറിവുകൾ നേടി കഴിഞ്ഞല്ലോ. പക്ഷെ അപ്പോഴും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, വേറൊരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട് ഇതിന്റെ ഇടയിലും എനിക്കൊരു തൊഴിലുണ്ട്. അതായത് ഞാൻ 18 വയസ്സായപ്പോ തന്നെ ഓട്ടോറിക്ഷ ലൈസൻസ് എടുത്ത് ഞാൻ ഓടിക്കാത്ത വണ്ടികളില്ല. എറണാകുളത്ത് ബസ്സായാലും കാറായാലും കാർ ഡ്രൈവറായിട്ട് പോകും, ബസ് ഓടിക്കാൻ പോകും. അത് പറയണ്ട, പേര് പറയണ്ട, സിനിമാക്കാരെ പേര് പറയണ്ട. കാര്യം എന്താണെന്നറിയോ, കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഡയറക്ടർമാരെ കാറൊക്കെ ഓടിക്കാൻ വേണ്ടി പോയിട്ടുള്ള. അപ്പൊ അവര് നമുക്ക് ഒരു നല്ല വേഷം തരാന്നൊക്കെ പറഞ്ഞ് അവര് വിളിച്ച് നമ്മളൊരു മയപ്പെടുത്തി ഷൂട്ട് തുടങ്ങാനാകുമ്പോൾ നമ്മളെ ചവിട്ടി പുറത്താക്കും. പിന്നെ അത് കഴിഞ്ഞ ഒരു ഡയറക്ടർ, അത് സങ്കടം ഒരു സീന, ആ ഡയറക്ടറിന്റെ കൂടെ ഞാൻ വർഷങ്ങളായിട്ടുള്ളതാ. അവര് ഇപ്പോഴാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. അത് വർഷങ്ങളായിട്ട് അവരുടെ ഉണ്ടായിട്ട് അവര് ഒരു സിനിമ തുടങ്ങുമ്പോൾ എന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി എന്നെ വിളിച്ചത് 5 ദിവസം ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് അവിടെ ചെന്നപ്പോ മലപ്പുറത്താണ്, നമുക്കറിയാത്തൊരു ഏരിയയാണ്. അവിടെ പോയി വഴി നമുക്ക് അന്ന് ഷൂട്ട് ഉണ്ടായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഷൂട്ട് ഇല്ലല്ലോ എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോ അതിപ്പോ ഷൂട്ട് തുടങ്ങുമ്പോൾ പറയാം 5 ദിവസത്തെ ഷൂട്ടാണുള്ളതെന്ന് പറയും. അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, കാര്യം ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് നമുക്കൊരു ഡയലോഗുള്ള ഒരു വേഷം കിട്ടിയെന്ന് പ്രതീക്ഷയാണ് അവിടെ ചെല്ലുന്നത്. ഈ 5ാമത്തെ ദിവസമാണ് എൻ്റെ ഒരു ഫ്രെയിം, അതായത് 3 പേരുടെ പുറകെ നിൽക്കുന്ന ഒരു ഫ്രെയിം എനിക്കത് പുള്ളിക്കാരത്തി തന്നു. പക്ഷെ ഈ 5 ദിവസവും ഞാൻ റോട്ടിലാണ് കിടന്നത്. 5ാമത്തെ ദിവസമാണ് ആ ഷൂട്ട് കഴിഞ്ഞപ്പോ ഞാൻ അന്ന് അവിടെ നിന്ന്, അതായത് രാത്രി വൈകുന്നേരം 6:30 വരെ ഷൂട്ട്. വൈകുന്നേരം 6:30 വരെ ഷൂട്ട് എന്ന് പറയുമ്പോ നമുക്ക് വൈകുന്നേരത്തെ ചായ കൂടി മാത്രം നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി പട്ടിണിയാണ്. അപ്പൊ രാത്രി പട്ടിണിയായിട്ട് അതിൽ കടയുടെ അരികത്തൊക്കെ നമ്മൾ അവിടെ കിടക്കുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീച്ച് 7 മണിക്ക് ഭാഗ്യത്തിന് ലൊക്കേഷനിൽ ചെല്ലല്ല, 7 മണിക്ക് ലൊക്കേഷനിൽ ചെന്ന് അവിടെ നിന്ന് രാവിലത്തെ ചായ കുടി കഴിഞ്ഞ് ഭാഗ്യത്തിന് അതൊരു കോളേജ് ഷൂട്ട് ആയതുകൊണ്ടിട്ട് അവിടെ നിന്ന് തന്നെ കുളിച്ച് നമുക്ക്, അതായത് 7 മണിക്കാണെങ്കിലും നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ 6:30 എത്തണമെന്നാണ് നിയമം. ഷൂട്ട് തുടങ്ങുമ്പോൾ ചിലപ്പോൾ 10 മണിയാവും, 11 മണിയാവും. പക്ഷെ ആ നിയമം 6:30 എത്തണമെന്നുള്ള ഇതാണ്. പക്ഷെ ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും കൂടി അല്ല പോയത്, അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. അതിന്റെ ഒരു പരിഗണന തന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കാര്യം എന്താ വെച്ചാൽ ആ ഒരു ഫ്രെയിം എന്ന് വെച്ചാൽ 3ാമത്തെ ഒരാളുടെ പുറകെ നിൽക്കാൻ. ഞാനപ്പോ ചോദിച്ചു ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയാൽ മതി, കാര്യം ഇതിന് നല്ലതായിട്ട് തന്നെ രേഖാചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് ആസിഫ് അലിയുടെ കൂടെ ഒരു ചെറിയ സീനായാലും അത് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് എന്നെ. പിന്നെ പുണ്യാളം എന്ന് പറഞ്ഞ പടത്തില് അതില് അനുശ്വരാജൻ അതില് ഈ ഇടക്കിറങ്ങിയതാ. അതില് ഫസ്റ്റ് പടം തുടങ്ങുമ്പോ അതുണ്ട്, അതിലുണ്ട്. അനുശ്വരാജന്റെ ആ ഒരു പടത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നെസ്ലിൻ പ്രേമലു എന്നെ സപ്പോർട്ട് ചെയ്ത നെസ്ലിനാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ 10-30 പേര് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നെസ്ലിനെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു, നെസ്ലിനെ ഒന്ന് ഫ്രെയിം നമുക്ക് കിട്ടുമെന്ന് വെച്ചു. അപ്പൊ നെസ്ലിൻ പറഞ്ഞു, ചേട്ടാ പേടിക്കണ്ട, ചേട്ടൻ എന്റെ കൂടെ ഇരുന്നോന്നും പറഞ്ഞ് പ്രേമലുവിൽ പുള്ളിക്കാരന്റെ കൂടെ എന്നെ ഇരുത്തി. അതില് നല്ലൊരു ഫ്രെയിമാണ്. കാര്യം പുള്ളിയുടെ, അതായത് പുള്ളിക്കാരൻ അതിൽ ക്യാരക്ടർ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് പ്രേമലുവിൽ അരി നെസ്ലിൻ ചെയ്യുന്ന കഥാപാത്രം. അതായത് അതിനു വേണ്ടിയിട്ട് അവൾ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കൈയടിക്കാൻ വേണ്ടി വരുമ്പോ കറക്റ്റായിട്ട് പുള്ളി എന്റെ അടുത്ത് വന്നിരിക്കണ സീനാണ്. അപ്പൊ അതിൽ നല്ലൊരു ഫ്രെയിം എനിക്ക് കിട്ടിയായിരുന്നു പ്രേമലുവില്.
അങ്ങനെ കുറെ ചിത്രങ്ങൾ ചെയ്ത് പിന്നെ നാടകത്തില് അലാവുദ്ദീൻ അത്ഭുതങ്ങൾക്ക് എന്ന് പറഞ്ഞ ഒരു നാടകമുണ്ട്. ശരി. അതൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ കൂടിയാണ്. ആ അതെ, ഒരുപാട് അമച്ചർ നാടകങ്ങൾ അഭിനയിച്ചിട്ടുള്ളതാണ്. ഞാൻ അലാവുദ്ദീൻ അത്ഭുതങ്ങൾക്ക് എന്ന് പറഞ്ഞ ഇതാണ് ചെയ്തത്. ഞങ്ങളൊരു നമുക്ക് ഏത് ചെയ്യുകയാണെങ്കിൽ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ നാടകത്തിൽ ചെയ്യുമ്പോൾ എക്സ്പോഷർ ഭയങ്കര വലുതാണ്. കാരണം നമ്മൾ പക്ഷെ നമ്മളത് ആരും തിരിച്ചറിയുന്നില്ല, അറിയുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇത്രയും ചെയ്തിട്ട് നമ്മളൊരു നല്ലൊരു ഇപ്പൊ ഒരുപാട് അവഗണന എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ഡയറക്ടർമാരായാലും സ്ക്രിപ്റ്റ് റൈറ്റർമാരായാലും നമുക്കൊരു വേഷം തരാമെന്നും പറഞ്ഞ് നമ്മളവർ ഉപയോഗിക്കണമായിരുന്നെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. കരിയടക്കിറങ്ങിയ ഒരു വമ്പൻ പടമൊക്കെ ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെ കൂടെ ഉണ്ടായതാണ് ഞാൻ. പക്ഷെ അവർ ആ പടം തുടങ്ങാനപ്പോ ചവിട്ട് തന്നു. അതായത് അത് പറയാ ഇതാന്നൊക്കെ പറയാം. പക്ഷെ ഇവർക്കൊക്കെ പറ്റിപ്പോയ അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പടത്തിന് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ചെല്ലുമ്പോൾ ഇവരെന്നെ കാണുമ്പോൾ മാറിക്കളയും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ അത് എന്ന് വെച്ചാൽ ഇവരുടെ കൂടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഫെയിം എന്താണെന്ന്. കാര്യം നമ്മൾ സിനിമയിൽ അഭിനയിച്ച തന്നെ ഫെയിം ആവണമെന്നില്ല ഇപ്പൊ. സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാം. അതെ, അതിപ്പോ ഇല്ല. കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ അതാണ് വിചാരിച്ച് സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ പണിക്ക് പോകാണ്ടിരിക്കണല്ല. രാത്രി മൊത്തം വണ്ടി ഓടിച്ച് പകല് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയി. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇത്ര നാളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. നല്ലൊരു വേഷം ഇതുവരെയായിട്ട് അങ്ങനെ ആരും തന്നിട്ടുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് രാകേഷ് കൃഷ്ണ സ്ക്രിപ്റ്റ് എഴുതിയ ഡയറക്ടർ വിനീത്, പ്രൊഡ്യൂസർ ഗോപിക, ഇവര് മൂന്നേരും കൂടി ഒരു പടം ചെയ്തപ്പോൾ എന്നെ വിളിച്ചിട്ട് നല്ലൊരു ഡയലോഗുള്ള ഒരു വേഷമാണ് എനിക്ക് തന്നത്. അന്നാണ് ഞാൻ അറിയുന്നത് നമുക്ക് ഷൂട്ട് റൂം എന്താണ്. തിരുവനന്തപുരത്ത് ഞാൻ പോയി ഇറങ്ങുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി മലപ്പുറത്തെ അവസ്ഥ എന്ന് വിചാരിച്ചു. പക്ഷെ അവരെന്നെ ട്രീറ്റ് ചെയ്ത് ഭയങ്കര നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് എനിക്ക് അവിടെ നിന്ന് ഷൂട്ട് റൂം ഒക്കെ എടുത്തു തന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കിടക്കുന്നത്. നമ്മൾ പൈസ കൊടുത്ത് കിടക്കണമല്ല, ഒരു സിനിമയുടെ വർക്കിന് പോകുമ്പോൾ നമ്മളെ എങ്ങനെ വെൽക്കം ചെയ്യണം എന്നുള്ളത് അവര് കാണിച്ചു തന്നു. ചെറിയൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആണെങ്കിലും അത് ഇപ്പൊ ഡയറക്ടർ അസോസിയേറ്റ് പറഞ്ഞത് ക്യാരവാനില് ഇരുത്താൻ പറഞ്ഞു. അപ്പൊ മറ്റേ പുള്ളി തിരക്കിട്ട് പറഞ്ഞ് ക്യാരവാനിൽ ടിൻടോം ഉണ്ട്, ഇപ്പൊ കേറണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി AC റൂം അറേഞ്ച് ചെയ്തു. അവിടെ തന്നെ സെറ്റിൽ തന്നെ വീടാണ്. വീട്ടിൽ തന്നെ റൂം നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ മേക്കപ്പ് ചെയ്യാനുള്ള സംഭവം സെറ്റ് ചെയ്തു. അതുപോലെ സെറ്റിംഗ് ഉണ്ട് എല്ലാ പടത്തിലും ഒരേ രീതിയിലാണെന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ റേസറിൽ അഭിനയിച്ച പടങ്ങൾ എന്ന് വെച്ചാൽ ഗുലാനട്ടട, ചോലോസ്കിയിലൊക്കെ മേക്കപ്പ് ഒന്നുമില്ല, ഓൺ സ്പോട്ട് അഭിനയമാണ്. കാരണം അത് ബഡ്ജറ്റ് നമുക്ക് പരിമിതിയാണ്. അപ്പൊ നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല, സാധാരണ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കാൻ പറ്റും. എല്ലാ പടത്തിലും ഓരോ സംഭവം വേണമെന്ന് പറഞ്ഞു. ഇവന്റെ ഒരു കഷ്ടപ്പാടിന്റെ ഒരു വിജയമാണ് ഇപ്പൊ തയ്യൽ മിഷൻ എന്ന് പറഞ്ഞ രാകേഷ് കൃഷ്ണ വിനയൻ സാറിന്റെ മൂവി. കാരണം അത് നമ്മുടെ കിച്ചു ടെലിക്സ് ആയിട്ട് പിന്നെ ഗായത്രി സുരേഷാണ് നായിക. ഒരു വലിയ സിനിമയാണല്ലോ. കാരണം ആൾക്കാർക്ക് ചെറിയ സിനിമയായിരിക്കും. കാരണം അത് വലിയ സിനിമ തന്നെയാണ്. തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞാൽ അത് വലിയ സിനിമ തന്നെയാണ്. ഹൊറർ കോമഡി ഒന്നുമല്ല, അത് പടം ഇറങ്ങുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഹൊററാണ്, കോമഡി അല്ല. പറഞ്ഞാല് നായിക നമ്മള് ജമിനാപ്യാരിയില് നല്ലൊരു വേഷം ചാക്കോച്ച് എന്നൊരു ആക്ടറായിട്ട് രംഗത്ത് തോന്നുന്നു സിനിമയിലേക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഗായത്രി സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ മലയാള സിനിമ കൊണ്ടുവന്നിരുന്നില്ല, സ്ഥിരപ്പെടുത്തിയില്ല എന്നൊന്നും എനിക്കറിയില്ല. കാരണം അതിലെ പെർഫോമൻസ് കൊണ്ട് എനിക്ക് തന്നെ ഒരു ക്രഷ് തോന്നിയിരുന്നു, ആരാധന തോന്നിയിരുന്നു. ചിലപ്പോ ആൾക്കാർ ഡൗട്ട് അടിക്കാം, പക്ഷെ ഒരു ആരാധന തോന്നിയ ഒരു പെർഫോമൻസാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് തുടരെ പടം വരുമെന്നാ പ്രതീക്ഷിച്ചത്. പക്ഷെ അവര് ആസ് ആൻ ആക്ടർ ചെറിയ ചെറിയ പടങ്ങളിൽ ഒതുങ്ങിപ്പോയി. പക്ഷെ ഇതിലൂടെ എന്തായാലും നല്ലൊരു തിരിച്ചുവരവുണ്ടാവും. കാരണം ഒരു ആ പോസ്റ്റർ ഗൗരവമായിട്ടുള്ളൊരു വേഷം ചെയ്തിരിക്കുന്നു. കാരണം ഒരുപാട് ചിത്രങ്ങൾ ഗൗരവമായിട്ട് ഇറങ്ങുന്നുണ്ട്, പക്ഷെ അതിന് കുറച്ചൊക്കെ നെഗറ്റീവായിട്ടൊക്കെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു ഗായത്രി സുരേഷിന്റെ ഒരു അഭിനേത്രി എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കും. ഏതായാലും ഓഗസ്റ്റ് 1-ാം തീയതി റിലീസാണ് പടം. അടിപൊളി. അപ്പൊ അത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നേ പറയുള്ളൂ. കാരണം അത് ഇറങ്ങിയിട്ട് വേണം എനിക്ക് ഇനി ചിലപ്പോ എന്റെ ഭാവി ചിലപ്പോൾ അതിനകത്തായിരിക്കും. അതിലൊരു വേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റു ഡയറക്ടർമാർ ആരെങ്കിലും വിളിച്ച് നല്ലൊരു കാര്യം ഇത്ര നാളായിട്ട് നമുക്കൊരു നല്ലൊരു വേഷം ഇതിലാണ് കിട്ടിയത്. നാടകത്തിലും മറ്റേ എന്താണ് സീരിയലിലൊക്കെ കിട്ടിയിട്ടുണ്ട്. സിനിമയിൽ കിട്ടിയത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണല്ലോ തുടങ്ങിയത്. പക്ഷെ അതിലൊന്നും ആവാൻ പറ്റാത്തതുകൊണ്ടാണ് പഠിച്ചിറങ്ങിയത്. ഞാൻ പഠിച്ചിറങ്ങിയതും കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു സങ്കടമുണ്ട്. പൈസ മുടക്കിയിട്ടാണ് പഠിച്ചത്. അപ്പൊ അവരും നമ്മളെ തഴഞ്ഞി പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവര് പടം തുടങ്ങിയപ്പോഴും നമ്മളെ ചവിട്ടി. അപ്പൊ ഞാൻ പിന്നെ അത് ചോദിക്കാൻ നിന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഇത്. ഹാപ്പി അല്ലേന്ന് വെച്ചാൽ നമ്മള് പൂർണ്ണമായും ഹാപ്പി അല്ല. കാരണം ഞാൻ ആഗ്രഹിച്ച വഴി
സിനിമയാണ്. അതെ. അതിൽ തിരിഞ്ഞാണ് ഇവരുടെ അടുത്തേക്ക് എത്തിയത്. മനസ്സിലായി? നല്ല പകുതി അല്ല, അങ്ങനല്ല, popularity കിട്ടി, അല്ലേ? ഹാപ്പി എന്ന് വെച്ചാൽ ഫുൾ ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല, മുക്കാലും. ഓക്കെ. അപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? സിനിമ. ഇപ്പൊ ചേട്ടൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിറം സിനിമയിലെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതില് ആ ചെറുപ്പം മൂലെ നമ്മുടെ ഉള്ളിലൊരു സാധനം കിടക്കണോണ്ടാണല്ലോ നമ്മൾ ഈ ഫീൽഡിലേക്ക് എത്തണത്. അതിലെത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വഴി തിരിഞ്ഞ് സോഷ്യൽ മീഡിയയിലേക്ക് കയറിയത്. സോഷ്യൽ മീഡിയ ഇപ്പൊ നമ്മളിപ്പോ 10 പേര് തിരിച്ചറിഞ്ഞു സിനിമയിൽ ഇപ്പൊ അഭിനയിക്കണമെന്ന് വലിയ ഇതില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അതാ സെൽഫി എടുക്കുന്നില്ലേ? 10 പടത്ത് അഭിനയിച്ച് ഡയലോഗ്സ് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് സെൽഫി എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ചിലപ്പോൾ ഈഗോ വരാറുണ്ട് ഇവനെ സെൽഫി എടുക്കാൻ. അടിപൊളി. അത് നല്ലൊരു ഇതാണ്, നല്ലൊരു ഭാവിയുണ്ട്. കാരണം ഫിലിം എന്ന് പറഞ്ഞാൽ അനന്തമായ സാഗരം എന്ന് പറയുന്ന പോലെയാണ്. എവിടെയാണ് എങ്ങനെയാണ് നമ്മൾ എത്തുക എന്ന് പറയാൻ പറ്റില്ല. കാരണം പല ജൂനിയർ ആർട്ടിസ്റ്റുകളായി വന്ന ആൾക്കാരും ഇപ്പോൾ നമ്മുടെ വലിയ വലിയ വിജയ് സേതുപതി സാറിനൊക്കെ കണ്ടിട്ടില്ലേ, റോളുകളിൽ വന്നിട്ടാണ്. ജോജു ജോർജ് ഒക്കെ എത്ര കഴിഞ്ഞിട്ടാണ്. അതെനിക്ക് പുള്ളിയൊക്കെ ഭയങ്കര ലൈഫിൽ എനിക്ക് പുള്ളിയൊക്കെ ഒരു ജീവിതത്തിൽ പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കണം പുള്ളി ചെയ്തതിനെക്കാട്ട്. പുള്ളി ചെയ്തതിന്റെ അപ്പുറമല്ല, പുള്ളി ചെയ്തതിന് കൂടുതൽ ഞാനും അതേപോലെ അനുഭവിച്ച ഒരാളാണ്. വഴിയിലൊക്കെ കിടന്നിട്ടുണ്ട് ഞാൻ. ഒരു വീഡിയോ കണ്ടിട്ടില്ലേ, അച്ഛൻ എത്രയും വലിയ ഇതായിട്ട് പോലും അദ്ദേഹം ഇങ്ങനെ വെള്ളം അടിക്കുന്ന പോലെയൊക്കെയുള്ള കണ്ടിട്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ടാവും. ആ സ്ട്രഗിളിലൂടെയാണ് മുകളിലോട്ട് വരുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ടൈമും അതിൻ്റെതായിട്ടുള്ള ഒരു തലവരാന്നൊക്കെ പറയുന്നത്. ജോജു നടനൊന്നും ഓക്കെയാണ്, പക്ഷെ ആൾക്കാർക്കിടയിലേക്ക് പെരുമാറുന്നത് എല്ലാവർക്കും ഒരേപോലെ അല്ല. കാരണം ഞാനും ആറക്കണ്ണനും വൈറലായി കഴിഞ്ഞ ശേഷം പുള്ളി പലപ്പോഴും കാണുമ്പോൾ മൈൻഡ് ആക്കുന്നില്ല. അത് ഓരോരുത്തരുടെ കാഴ്ച. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു ഫോൺ കൊണ്ടുപോയിട്ട് പണിയുടെ സിനിമ ഇറങ്ങി വന്നപ്പോൾ. അല്ല, അതുകൂടാത്ത വേറൊരു സീക്വൻസ് കണ്ടിരുന്നു ഫോണിലൊന്നും. ഞാൻ അങ്ങനെ ചെല്ലാൻ കാരണം എന്ന് വെച്ചാൽ പുള്ളിയുടെ നടനം മാത്രമല്ല, പുള്ളിയുടെ ഒരുപാട് ഇന്റർവ്യൂ കണ്ടിട്ട് ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് പോയി കണ്ടതാ, അടുത്തേക്ക് ചെന്നതാ. പറഞ്ഞാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ച കഷ്ടപ്പാടൊക്കെ പറഞ്ഞൊരു ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടാവും. കാരണം നമുക്ക് പുള്ളിയുടെ കൂടെ ഒരു വേഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ചെന്നു. പുള്ളിയോട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ പുള്ളി അത് എന്താ പറയാ ഇഷ്ടപ്പെട്ടില്ല, എടുത്തില്ല. എല്ലാരും അങ്ങനെയല്ലോ. കാരണം എന്നെ നമ്മളൊക്കെ ഇപ്പൊ തിയേറ്റർ റിവ്യൂല് ഇപ്പൊ മിനി ഫോട്ടോ ആണെങ്കിലും ഷൈൻ ടോം ചാക്ക് ആണെങ്കിലും അത്യാവശ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ജോജു ജോജ എന്ന് പറഞ്ഞ നമ്മളോട് അവഗണിച്ചെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. കാരണം അവർക്ക് ക്യാഷ് ഉണ്ട്, അതിന്റെ ഒരു അഹങ്കാരം കാണിക്കാം രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ ആ പോട്ടെ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്റെ ഹൃദയത്തിൽ ഇപ്പൊ മമ്മൂക്കൻ ലാലട്ടന്റെ ഒക്കെ പടങ്ങളിൽ അഭിനയിക്കുന്ന ആളാണ് ജോജു ജോർജ്. അപ്പൊ അങ്ങനത്തെ സ്റ്റാൻഡ് ഉള്ള ഒരു വ്യക്തി ചിലപ്പോ മൈൻഡ് ആക്കാണ്ടിരിക്കാം. പക്ഷെ ആസ് എൻ ആക്ടർ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദിലീപേട്ടനെയാണ്. ദിലീപേട്ടൻ ഇപ്പൊ ഞാൻ എത്ര വൈറലാണെന്ന് പുള്ളിക്ക് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ ദിലീപേട്ടൻ എന്നോട് ഒരു വാക്കുകൾ ചോദിക്കാറില്ലല്ലോ, എന്റെ വിവാദങ്ങളോ കാര്യങ്ങളൊന്നും ചോദിക്കാറ്. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ സെൽഫി എടുക്കാൻ പുള്ളി നിന്നുകാറുണ്ട്. പക്ഷെ അതാണ് ഒരു നടന്റെ ഒരു കഴിവ്. എല്ലാരെയും ഇപ്പൊ വൈറലാവുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലത്തെ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് ജനപ്രിയ ദിലീപേട്ടൻ. അതേ കണ്ട് ജോജു ജോർജ് പഠിക്കുക. മനസ്സിലായോ? അദ്ദേഹത്തിനെ കുറ്റം പറയുന്നതല്ല. പക്ഷെ പണി എന്ന പടം ഹിറ്റായി അല്ലെങ്കിൽ കുറച്ച് പടം ഹിറ്റായപ്പോ എല്ലാവരെയും മാറ്റി നിർത്തുന്നുണ്ട് പുള്ളി. പല മീഡിയാസിനെയൊക്കെ കാണുമ്പോൾ മാറുന്നവരുണ്ട്. അപ്പൊ അത് ശരിയുള്ള കാര്യമല്ല. കുറച്ചുകൂടെയൊക്കെ ആൾക്കാരോട് വേണ്ടിയില്ലേ. ഇപ്പൊ എനിക്കും പലപ്പോഴും സാധിക്കാറില്ല. പക്ഷെ നമ്മള് ആസ് എ വ്യക്തി എല്ലാവർക്കും ഒരു ഇമേജിൽ അറിയാവുന്ന വ്യക്തി ചില ആൾക്കാർ നമ്മളെ കാണുമ്പോ അവഗണിക്കുന്നത് നമുക്കത് വിഷമാണ്. തെറ്റെന്നല്ല, വിഷമം വരുന്നു. കാരണം ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മയില് തന്നെ ഒരു മെയിൻ നടനാണ് ടിനി ടോം. പുള്ളി ഇതാ പറയുക, ഇന്റർവ്യൂ കണ്ടപ്പോ കരഞ്ഞുപോയി. കാരണം എന്നെ പറ്റി ബൂസ്റ്റ് ചെയ്താ പറയുന്നത്. കാരണം പലരും പറയും പൈസ കൊടുത്തിട്ടാണ് ബൂസ്റ്റ് ചെയ്യുന്നത് പറയും. പക്ഷെ ഒറ്റ പൈസ ഞാൻ ടിനി ടോം ചേട്ടൻ കൊടുത്തിട്ടില്ല. പുള്ളി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, പുള്ളി ആൾറെഡി ആ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക്. പക്ഷെ നമ്മള് പറയാണ്ട് തന്നെ പുള്ളി കയ്യിൽ നിന്ന് പറയുന്നതാണ്. പുള്ളിയുടെയൊക്കെ വീഡിയോ കാണാറുണ്ട്. ഇപ്പൊ ഞാൻ വാട്സാപ്പിൽ പുള്ളിക്ക് ടൈം മെസ്സേജ് അയക്കാറുണ്ടല്ലോ എപ്പോഴൊക്കെ. അപ്പൊ അത് പുള്ളി എടുത്ത് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോ നമ്മളെ മനസ്സിലാക്കുന്ന നടന്മാരും ഉണ്ടല്ലോ. എല്ലാരും നമ്മളെ അതുപോലെ ഇവിടെ പറയണം. ചില ആൾക്കാർ ഇവരെ അവഗണിക്കാറുണ്ട്. പേര് പറയണ്ട, പേര് ആരും പറഞ്ഞു ഇൻസൾട്ട് ചെയ്യണ്ട. പേര് ഒരാളുടെയും പേര് പറയണ്ട. അത് കാരണം എന്താ വെച്ചാൽ അവര് നാളെ ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരും. ആ ദൈവം എന്നുള്ള ഒരാള്, ഞാനൊരു വിഷ്ണുമായ ഭക്തനാണ്. അതുകൊണ്ടിട്ട് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പുള്ളിനെ വിഷ്ണുമായ ഭക്തിക്കുന്ന ഒരാളാ. വിഷ്ണുമായ സ്വാമി പറയണത് നിനക്കുള്ളത് വരും, നീ കാത്തിരിക്കുക.